ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിൻസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളി പക്കോടയുടെ റെസിപ്പി കേട്ടോ. ഉള്ളിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സവാളയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പക്കോടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് പാടൊന്നുമില്ലാതെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന സിമ്പിളായിട്ടുള്ള ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ പക്കോട ചെയ്തെടുക്കുന്നത്. അപ്പോൾ സവാള മാത്രമല്ല നമ്മുടെ മുട്ടയൊക്കെ ചേർത്തിട്ടാട്ടോ ഈ പക്കോട ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട്, അതേപോലെ തന്നെ പുറംഭാഗിക്കുകയാണെങ്കിൽ നല്ലതുപോലെ മൊരിഞ്ഞ് ശരിക്കും ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു പക്കോട തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ വൈകുന്നേരം 4 മണി ചായക്കോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഓടിപ്പോയി തയ്യാറാക്കാവുന്നുള്ളൂ. അത്രയ്ക്ക് എളുപ്പമാണ്. നമുക്കപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളത് എങ്ങനെ നമ്മൾ റെസിപ്പി ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിപ്പക്കോട തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗളെടുക്കാം. ആ ബൗളിലേക്ക് മീഡിയം സൈസുള്ള 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാളയൊക്കെ തീരെ കനം കുറച്ച് ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണം മാത്രം മതിയാവും. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 3 സവാള എടുക്കുക. നമുക്കത് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈവച്ച് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ഞെരടിയെടുക്കാം. അപ്പോൾ ശരിക്കും കൈവച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ സവാളയിൽ നിന്നാണെങ്കിലും നല്ലതുപോലെ നീരൊക്കെ ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ കൈവച്ച് നന്നായിട്ട് ഉപ്പ് ചേർത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ശരിക്കും സവാള നന്നായിട്ടൊന്ന് നനഞ്ഞ് ഒന്ന് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സവാള. ഇത് മതി. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെയും ചേർത്ത് കൊടുക്കാം. ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ജീരകമാണ്. വലിയ ജീരകമല്ല, ചെറിയ ജീരകമാട്ടോ ചേർക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീരകത്തിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരുപാടൊന്നും വേണ്ട, 1/4 ടീസ്പൂൺ പോലും വേണ്ട. ഒരു 2 കൈ പിഞ്ച് അത്ര മാത്രം മതി, 2 നുള്ള് അത്ര മാത്രം മതി. ഒരേ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ അടുത്തേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവൊക്കെ എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് എരിവുമുള്ള മുളക് പൊടിയോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കൂടെ തന്നെ ഒരു 2 പിഞ്ച് നമ്മുടെ ഗരം മസാലയും അതേപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തതാണ്, അത് കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൈവച്ചതായി ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ ചേർത്തിരിക്കുന്ന പൊടികളും ആ സവാളയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ശരിക്കും ഒന്ന് മിക്സായിട്ട് വരണം. സവാളയിൽ നനവുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ആയിക്കോളും. ഇനിയിപ്പോൾ വേണ്ടത് നമ്മുടെ കടലമാവാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് അരിപ്പൊടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ അത്ര മാത്രം മതി. കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. എരിവിന് വേണ്ടി 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യമേ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ എരിവിന് വേണ്ടി മാത്രമാണ് നമ്മൾ പച്ചമുളക് എടുത്തത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. കണ്ടോ, എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഈ പക്കോടയ്ക്ക് ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. നമ്മുടെ ആ സവാളയിൽ നിന്ന് ഇറങ്ങിയ നീരുണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെയും ഒന്ന് കുഴച്ചെടുക്കുന്നത്. കണ്ടോ, അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരേ ഒരു മുട്ടയാണ്. 3 മീഡിയം സൈസുള്ള സവാള എടുക്കുമ്പോൾ 1 മുട്ട അത്രയും മാത്രം മതിയാവും കേട്ടോ. ആ മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് നനഞ്ഞ് തന്നെ വന്നോളും. വെള്ളം ചേർത്താൽ അതേ രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. മാത്രമല്ല നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട്, കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ആ മുട്ട ചേർത്തുകൊണ്ട് മുട്ടയുടെ നനവും കൂടി വന്നപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് ഓയിലിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ വിട്ട് പോരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരേ 1 ടേബിൾ സ്പൂണും കൂടി നമ്മുടെ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ചിലപ്പോൾ സവാളയൊക്കെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയൊന്നും വേണ്ടി വരില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം. കണ്ടോ, അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നനവ് കൂടുതലുമില്ല, എന്നാൽ തീരെ അങ്ങ് ഡ്രൈ ആയിരിക്കുന്നില്ല, പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒണിയൻ പക്കോടയുടെ, നമ്മുടെ ഉള്ളി പക്കോടയുടെ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു മിക്സ് തന്നെയാണ് നമ്മുടെ പക്കോടയുടെ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കയ്യിൽ ചെറിയൊരു ബോൾ പോലെ എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു പുഴുങ്ങിയ മുട്ട 4ആയിട്ട് ഒന്ന് മുറിച്ചതിൻ്റെ ഒരെണ്ണം നമുക്ക് ഇതിൻ്റെ നടുക്കിലേക്ക് വെച്ച് കൊടുത്ത് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാവേ.
ഒരു മുട്ട പുഴുങ്ങി ഒരു മുട്ട നീളത്തിൽ 4 കട്ട് ചെയ്താൽ മാത്രം മതിയാവും. അതിനുശേഷം ഇതേപോലെ വെച്ച് കൊടുത്ത് നല്ലതുപോലെ തന്നെ നമ്മുടെ ആ ഉള്ളിയുടെ ഇതും കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ. അപ്പോൾ നമ്മുടെ മുട്ടയൊന്നും ഒട്ടും തന്നെ പുറത്തൊന്നും കാണാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ കവർ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി 3 മുട്ടയും ഇതേപോലെ തന്നെ കയ്യിൽ കുറച്ച് മാവെടുത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്ത് അതിൻ്റെ നടുക്കിലേക്ക് മുട്ട വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം ഞാനിവിടെ അങ്ങനെ ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, 4 കണ്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി അങ്ങ് ചെയ്തെടുക്കാവേ പെട്ടെന്ന്. അങ്ങനെ 4 നമ്മളിവിടെ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി വന്ന മാവുണ്ടല്ലോ, ഉള്ളിയുടെ ബാക്കി വന്ന മാവ് നമ്മുടെ കയ്യിൽ കുറച്ച് പക്കോട, സാധാരണ പക്കോട എങ്ങനെയാണോ റെഡിയാക്കുന്നത് അതേപോലെ ഇതേപോലെ കയ്യിൽ കുറച്ചെടുത്ത് ഒന്ന് പരത്തിയിട്ട് നേരെ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ. വേറെ ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അത് നമുക്ക് ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. എണ്ണയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ 4 ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ മുട്ട കവർ ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആ വലിയ ഉള്ളിപ്പക്കോടയുടെ മിക്സാണ് നമ്മൾ ആദ്യമേ അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വശമൊക്കെ പതുക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ നന്നായിട്ടൊന്ന് മറിച്ചിട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല മുറുക്കത്തിൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ കടലമാവും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അരിപ്പൊടിയോ കടലമാവോ അങ്ങനെ ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുത്താൽ മാത്രം മതി. 2 വശം മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഇങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കുവാണ്. ഉണ്ടല്ലോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ബാക്കി എണ്ണയിലേക്ക് നമ്മൾ സാധാരണ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിപ്പക്കോടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കയ്യിൽ ഇതേപോലെ കുറച്ചെടുത്ത് നേരെ എണ്ണയിലേക്കിട്ട് ഇങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കയ്യിൽ പതുക്കെ ഒന്ന് പരത്തിയിട്ട് നമുക്കങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് മുരിഞ്ഞ് വന്നോളും. ഞാനിവിടെ 2 വശമൊക്കെ നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്ത്, ഒരു വശമൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ 2 വശം റെഡിയാക്കി എടുത്തതാണ്. ശരിക്കും റെഡിയായി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഇങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പക്കോടയുടെ റെസിപ്പി എന്ന് പറയുന്നത്. എളുപ്പത്തിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇതുവരെ പക്കോട തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം കേട്ടോ. കണ്ടോ, ഒരു പ്ലേറ്റ് നിറച്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ മുട്ട ഉള്ളിൽ വെച്ചതായതുകൊണ്ട് അത്യാവശ്യം വലുതായിട്ട് തന്നെ 4 കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതേപോലെ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. കുട്ടി സ്നാക്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉറപ്പായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ, നല്ല സിമ്പിളാണ്. അപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 3 മീഡിയം സൈസുള്ള സവാളയിൽ നിന്ന് മാത്രം കേട്ടോ ഇത്രയധികം കിട്ടിയിരിക്കുന്നത്. 4 വലിപ്പമുള്ളതും ബാക്കി ഒരു 6 കുട്ടി സ്നാക്സ് പോലെയാണ് കിട്ടിയിരിക്കുന്നത്, കുട്ടി പക്കോട പോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. ഒരുപാടങ്ങ് തണുത്ത് പോവാതെ ഒരു ചൂടോട് കൂടി കഴിക്കുക. കഴിക്കുമ്പോൾ ഒരു സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മുടെ ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഏതാണെങ്കിലും കുഴപ്പമില്ല. കണ്ടോ, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലതായിട്ട് സോഫ്റ്റായിട്ട് ഒരുപാടങ്ങ് മുരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറക്കുകയാണെങ്കിൽ നമ്മുടെ ആ മുട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടുക്ക് വെച്ചതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടല്ലോ, ഇതേപോലെ ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് എല്ലാവരും കഴിച്ച് നോക്കുക. കൂടെ തന്നെ ചൂട് ചായയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് വേറെയും ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ എല്ലാ റെസിപ്പീസും ഉണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോളൂ. എല്ലാം ഇതേപോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന റെസിപ്പീസാണ്. അപ്പോൾ കണ്ടു നോക്കി വീഡിയോയ്ക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെല്ലാം കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.